ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ ഷ്യാമയ്ക്ക് ഉടനെ തന്നെ അബോർഷൻ സംഭവിക്കുമെന്നും ഷ്യാമയ്ക്ക് ബ്ലീഡിംഗ് നിൽക്കുന്നില്ല എന്നുള്ള വാർത്ത ഡോക്ടർ പറഞ്ഞത് കേട്ട ഐശ്വര്യ സന്തോഷിച്ചു. ഇതേസമയം ക്ഷേത്രത്തിൽ പോയി മടങ്ങിയെത്തിയ വാസുദേവൻ കൊണ്ടുവന്ന ആ ലോക്കറ്റും പ്രസാദവും അഖിൽ ഷ്യാമയുടെ നെറ്റിയിൽ തൊടുവിക്കുകയും ഷ്യാമയുടെ ഉള്ളംകൈയിൽ ഭഗവാന്റെ ആ ലോക്കറ്റ് വെച്ചു കൊടുക്കുകയും ചെയ്തു. സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനൊപ്പമുള്ളപ്പോൾ ഷ്യാമയ്ക്കും കുഞ്ഞിനും ഒന്നും വരില്ല എന്ന് അഖിൽ ഷ്യാമയെ ആശ്വസിപ്പിക്കുന്ന ആ ധൈര്യത്തിൽ ഷ്യാമ മയങ്ങുന്നു. അപ്പോഴാണ് അവിടേക്ക് എത്തിയ ഡോക്ടർ ഷ്യാമയെ ഉടനെ തന്നെ ലോവർ റൂമിലേക്ക് മാറ്റണമെന്ന് അറിയിച്ചു. ആ വാർത്ത കേട്ടതും അഖിൽ ആശങ്കയോടെ നോക്കിക്കൊണ്ട് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ, കുഞ്ഞിന്റെ കാര്യത്തിൽ ഒന്നും പറയാൻ കഴിയില്ല അഖിൽ എന്ന് ഡോക്ടർ അറിയിച്ചു. ഇനിയിപ്പോ മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ തന്നെ പേഷ്യന്റ് അബോധാവസ്ഥയിലേക്ക് ആയിക്കഴിഞ്ഞു. ഇനിയും കാത്തിരുന്നാൽ ചിലപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല, ഇപ്പോൾ തന്നെ ബ്ലീഡിംഗ് ഉള്ളതുകൊണ്ട് അബോർഷൻ നോർമലായി സംഭവിച്ചില്ല എങ്കിൽ അത് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരും എന്നതാണ് സത്യം എന്ന് ഡോക്ടർ അറിയിച്ചു. അത് കേൾക്കുന്ന അഖിൽ വല്ലാത്ത സങ്കടത്തോടെ ഡോക്ടർ, എങ്കിലും ഞങ്ങളുടെ കുഞ്ഞ് എന്ന് പറഞ്ഞ് വിഷമത്തോടെ അഖിൽ ഡോക്ടറെ നോക്കുമ്പോൾ തൽക്കാലം മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുള്ളതല്ലേ, നിങ്ങൾ എഡ്യൂക്കേറ്റഡ് അല്ലേ, അതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്ന് അഖിലിനോട് ഡോക്ടറെ ചോദിച്ചു. ആകെ വിഷമത്തോടെയും നിരാശയോടെയും അഖിൽ ഡോക്ടറെ വാക്കുകൾ കേട്ട് പുറത്തേക്ക് പോകുന്നു. പിന്നീട് പുറത്തെത്തിയ അഖിലിനോട് ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് അറിയുവാനുള്ള ആകാംക്ഷയോടെ വസുന്ധരയും ആനന്ദവർമ്മയും ഒപ്പം വാസുദേവനും അരികിലേക്ക് എത്തി. ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അഖിൽ നിൽക്കുമ്പോൾ വസുന്ധര, എന്താ മോനെ അഹി, എന്ത് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും അഖിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വേദനയോടെ എല്ലാവരെയും അറിയിച്ചു. അത് കേട്ട ആ നിമിഷം വസുന്ധര പൊട്ടിക്കരഞ്ഞു. എന്റെ മോള്, അവൾക്ക് ഇങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് വസുന്ധര സങ്കടപ്പെടുന്നത് കണ്ട് ആനന്ദവർമ്മ വസുന്ധരയെ ആശ്വസിപ്പിച്ചു. ഈ കാഴ്ചയെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് അപ്പുറത്ത് മാറി നിൽക്കുകയാണ് ഐശ്വര്യ. എന്തായാലും എന്റെ ശത്രുവിന്റെ പതനം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ അവളുടെ കുഞ്ഞിനെ അവൾക്ക് നഷ്ടമായി. അവൾ കൂടി തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഐശ്വര്യ മനസ്സിലങ്ങനെ ആഗ്രഹത്തോടെ അക്കാര്യം ഓർത്തങ്ങനെ പുഞ്ചിരിച്ചു നിൽക്കുമ്പോൾ ഐശ്വര്യയുടെ ഈ നീക്കങ്ങളൊന്നും അറിയാതെ അഖിലും വസുന്ധരയുമെല്ലാം സങ്കടത്തോടെ പ്രാർത്ഥനയോടെ നിന്നു. അപ്പോഴും അഖിൽ ഷ്യാമയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ള ആശ്വാസത്തിൽ നിൽക്കുകയാണ്. ആ സമയത്ത് അരികിലേക്ക് എത്തിയ വാസുദേവൻ പറഞ്ഞു, മോനെ അഖി, വിഷമിക്കാതെ, ഷ്യാമയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. ഭഗവാൻ അങ്ങനെ എന്റെ മോളെ കൈവിടില്ല. സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ എന്റെ മോൾക്ക് തുണയായി എത്തും. കണ്ണൻ എല്ലാ പ്രതിസന്ധിയിലും എന്റെ മോളെ കാത്തിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഷ്യാമയ്ക്കും കുഞ്ഞിനും ആപത്തൊന്നും സംഭവിക്കാതെ ഭഗവാൻ തന്നെ നോക്കും, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് വാസുദേവൻ അറിയിച്ചു. അല്പസമയത്തിന് ശേഷം ഷ്യാമയ്ക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയാനായി ഈ ഡോക്ടർ ചെക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും ഷ്യാമയുടെ ബ്ലീഡിംഗ് എല്ലാം നിൽക്കുകയും ഷ്യാമയുടെ വയറിൽ ഇത്രയും നേരം അനുഭവപ്പെട്ടിരുന്ന വേദനയൊക്കെ മാറി ഷ്യാമ വീണ്ടും ബോധാവസ്ഥയിലേക്ക് മടങ്ങിയെത്തി. ഷ്യാമ കണ്ണു തുറന്നതും ഡോക്ടർ ഷ്യാമയുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. ഇപ്പോ എങ്ങനെയുണ്ട്, വയറിന്റെ വേദന അനുഭവപ്പെടുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചതും ഇപ്പോ കുഴപ്പമൊന്നും തോന്നുന്നില്ല ഡോക്ടർ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഡോക്ടർ ഷ്യാമയെ പരിശോധിച്ചു. അങ്ങനെ ഷ്യാമയെ ചെക്കപ്പ് ചെയ്തതിനു ശേഷം ഡോക്ടർക്ക് ഷ്യാമയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഡോക്ടർ അപ്പോഴും ആകെ അതിശയത്തോടെ ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന ആശ്ചര്യത്തിൽ ഡോക്ടർ ഷ്യാമയെ നോക്കി. ഷ്യാമയ്ക്ക് ഇപ്പൊ ഒന്നും ഒരു പ്രശ്നമില്ലല്ലോ അല്ലെ എന്ന് ഡോക്ടർ വീണ്ടും അന്വേഷിക്കുമ്പോൾ ഒന്നും തന്നെ, തനിക്ക് കുഴപ്പമൊന്നും തന്നെ ഇല്ല എന്ന ഷ്യാമയുടെ വാക്കുകൾ കേട്ട് ഡോക്ടർ ആശ്ചര്യത്തോടെ പുറത്തേക്ക് ചെല്ലുന്നു. അഖിലും മറ്റെല്ലാവരും ആകെ വിഷമിച്ചും പ്രാർത്ഥനയോടെയും അങ്ങനെ നിൽക്കുന്നത് കണ്ട് ഡോക്ടർ എത്തി പറഞ്ഞു, അതെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഷ്യാമയ്ക്ക് ബോധം തെളിഞ്ഞു. ഇപ്പോ ഷ്യാമയുടെയും കുഞ്ഞിന്റെയും ഹെൽത്ത് കണ്ടീഷൻ നോർമൽ ആയിട്ടുണ്ടെന്നും ഇപ്പോ പേടിക്കാനുള്ള കുഴപ്പമൊന്നും തന്നെ ഇല്ല. എല്ലാ അപകടനിലയും അവർ തരണം ചെയ്തു കഴിഞ്ഞു. മറ്റൊരു ഗുഡ് ന്യൂസ് ഉള്ളത്, കുഞ്ഞിന് കുഴപ്പമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണെന്നും ഡോക്ടർ പറഞ്ഞു. അത് കേട്ടതോടെ ഐശ്വര്യയ്ക്ക് ആകെ ടെൻഷനായി. താൻ ഇത്രയും നേരം സന്തോഷിച്ചത് വെറുതെ ആയല്ലോ എന്ന ആശ്ചര്യത്തിൽ ഐശ്വര്യ ഇതിനോടകം സന്തോഷ വാർത്ത അറിയിക്കാനായി വേഗം ഹോസ്പിറ്റലിൽ നിന്ന് മായക്കരികിലേക്ക് മടങ്ങിയിരുന്നു. അവിടെ എത്തിയ മായയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങനെ സന്തോഷിച്ചു നിൽക്കുന്ന സമയത്താണ് വസുന്ധര ഈ വാർത്ത വിളിച്ചറിയിച്ചത്. അപ്പോഴേക്കും ഐശ്വര്യയ്ക്കാകെ നിരാശയായി. ആ സ്വാമിജി നമ്മളെ ചതിച്ചല്ലോ മായേ എന്ന് ഐശ്വര്യ സ്വാമിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മായയോട് സംസാരിച്ചു. എങ്കിലും ഇത്രത്തോളം ഒക്കെ സന്തോഷം നിന്നിട്ട് അവസാന നിമിഷം അത് തട്ടിക്കളഞ്ഞല്ലോ ഈശ്വരൻ എന്ന് സങ്കടപ്പെടുമ്പോൾ ഐശ്വര്യ ആശങ്കയോടെ മായയോട് പറഞ്ഞു, അതെ മായേ, ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ശ്യാമ എന്ന് പറയുന്നത് കൃഷ്ണന്റെ പരമഭക്തയാണ്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണന്റെ
പരമഭക്തിയായ ശ്യാമയെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. അവളെ പല രീതിയിലും അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ നമുക്ക് തിരിച്ചടികൾ ഉണ്ടായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ അത് അനുഭവിച്ചിട്ടുള്ളതാണ്. അറിയാമല്ലോ, ശ്യാമയുടെ പേരിൽ, ശ്യാമയെ കൊണ്ട് പാട്ട് പാടിച്ച് കള്ളപ്പേരിൽ പ്രശസ്തിയാകാനായി ശ്രമിച്ച അവസാനം ഒരു മാനസിക നില നഷ്ടമായതിൽ, അവസാനം മാനസിക നില തെറ്റി ഒരു ഭ്രാന്തിയെ പോലെ പിശുമ്പയും വിളിച്ചു പറഞ്ഞു നടക്കുന്ന വിസ്മയുടെ അവസ്ഥ കണ്ടില്ലേ? അതൊക്കെ നമ്മളൊക്കെ വലിയൊരു പാഠമാണ് എന്ന് ഐശ്വര്യ അറിയിച്ചു. എങ്കിലും അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. ഈ ഭഗവാൻ നല്ല ആരവൾക്ക് തുണയായി എത്തിയാലും ഞാൻ ഒരു കാരണവശാലും അവളെ വെറുതെ വിടില്ല എന്ന് ഐശ്വര്യ പകയോടെ മായയോട് അറിയിച്ചു. ഈ സമയത്ത് ശ്യാമയെ കാണുവാനായി അഖിൽ ഡോക്ടറുടെ അനുവാദം ചോദിക്കുന്നു. അങ്ങനെ ശ്യാമയ്ക്ക് അരികിലേക്ക് അഖിലും ഒപ്പം വാസുദേവനും വസുന്ധരാമയും എല്ലാം എത്തി. എല്ലാവരും അവരുടെ ശ്യാമയ്ക്ക് അരികിലെത്തി മോളുടെ സുഖവിവരം അന്വേഷിച്ചിട്ട് ആനന്ദവർമ്മയും വസുന്ധരാമയും അവിടുന്ന് മടങ്ങി. അപ്പോഴാണ് ഡോക്ടർ ശ്യാമയുടെ ഉള്ളിൽ എങ്ങനെയാണ് വിഷം എത്തിയത് എന്നതിന്റെ കാരണം കണ്ടെത്തിയതിന്റെ റിസൾട്ടുമായിട്ട് ഡോക്ടർ എത്തിയത്. അഖിലിനോട് ഡോക്ടർ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു, എന്തെങ്കിലും ഫുഡ് ശ്യാമ ഇന്ന് സ്പെഷ്യലായിട്ട് കഴിച്ചിട്ടുണ്ടോ എന്ന്. അത് കേട്ട ഉടനെ ഡോക്ടറോട് അഖിൽ പറഞ്ഞു, ഇന്ന് ഡോക്ടർ, ഇന്ന് ശ്യാമ പുറത്തുനിന്ന് ഒരു ഫുഡും കഴിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഓട്സ് മാത്രമാണ് ശ്യാമ കഴിച്ചിട്ടുള്ളത്. അല്ലാതെ വേറൊന്നും തന്നെ ഇന്ന് ശ്യാമ കഴിച്ചിട്ടില്ല എന്ന് ഡോക്ടറോട് അഖിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. അത് കേട്ടതും ശ്യാമയും അത് ശരിവെച്ചു. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, എങ്കിൽ അത് തന്നെയാണ് അഖിൽ ഞാൻ പറഞ്ഞു വരുന്നത്. എന്താ, അവസാനം കഴിച്ച ഫുഡ് ഓട്സ് ആണെന്നല്ലേ പറഞ്ഞത്? അതിൽ നിന്ന് തന്നെയാണ് ശ്യാമയുടെ ഉള്ളിൽ പോയിസൺ ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് ശ്യാമയുടെ ഉള്ളിൽ വിഷം ചെന്നത് ആ ഫുഡിൽ നിന്ന് തന്നെയാണെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇതാണ് ടെസ്റ്റ് റിസൾട്ട് എന്ന് ഡോക്ടർ ചൂണ്ടിക്കാട്ടി. അത് കണ്ടതോടെ അഖിലാകെ ആശ്ചര്യത്തോടെ ശ്യാമയെ നോക്കി. അതെങ്ങനെ വരാനാണെന്നുള്ള സംശയത്തോടെ അവർ നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, അതെ, അപ്പോൾ ഓട്സിൽ നിന്നാണ് ആ ഓട്സിൽ നിന്നാണ് വിഷം ശ്യാമയുടെ ഉള്ളിൽ ചെന്നതെന്ന് ഉറപ്പായ സ്ഥിതിക്ക് അതെങ്ങനെ, ഏത് രീതിയിൽ, എങ്ങനെ സംഭവിച്ചു എന്ന് വേണം നിങ്ങൾ കണ്ടെത്തേണ്ടത് എന്ന് ശ്യാമയോടും അഖിലിനോടും ഡോക്ടർ പറയുന്നു. അത് കേട്ട ആ നിമിഷം അവർ ഇരുവരും ആകെ സംശയത്തോടെ പരസ്പരം നോക്കുന്നു. അതിനുശേഷം ഡോക്ടർ പോയി കഴിയുമ്പോൾ വാസുദേവൻ ശ്യാമയോട് ചോദിച്ചു, മോൾക്ക് ആരാ ഓട്സ് തന്നത്? അത് കേട്ട ഉടനെ വസുന്ധരാമ തന്റെ അരികിൽ വന്ന് നിർബന്ധപൂർവ്വം സ്നേഹത്തോടെ തനിക്ക് വായിൽ കോരി വെച്ച് തന്നതാണെന്നും തന്നെ ആ ഓട്സ് മുഴുവൻ കഴിപ്പിച്ചിട്ടാണ് വസുന്ധരാമ അവിടുന്ന് വിട്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അഖിലും ശ്യാമയും വാസുദേവനെ അറിയിച്ചു. വസുന്ധരാമയുടെ ആ സ്നേഹത്തിൽ എന്തെങ്കിലും കളങ്കമുണ്ടായിട്ടുണ്ടോ എന്നായിരുന്നു പിന്നീട് എല്ലാവരുടെയും സംശയം. അപ്പോഴും ശ്യാമ പറഞ്ഞു, ഒരിക്കലുമില്ല, അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് അഖിൽ സാറിന്റെ കുഞ്ഞിനോടുള്ള സ്നേഹവും ഒക്കെ ഞാൻ ശരിക്കും അനുഭവിച്ചറിയുന്നതല്ലേ. ഒരിക്കലും അമ്മ എന്നോട് അങ്ങനെ ചെയ്യില്ല എന്ന് ശ്യാമ വാസുദേവനോട് പറഞ്ഞു. പിന്നീട് എങ്ങനെ സംഭവിച്ചു, എന്തായിരിക്കും അവിടെ എന്താ സംഭവിച്ചതെന്ന് അഖിൽ സംശയിച്ചു. ഉടനെ തന്നെ വിവരങ്ങളൊക്കെ അമൃതയെടുത്തി അറിയാനിടയാകുന്നു. ആ നിമിഷം അഖിലിനെ അമൃതയെടുത്തി വിളിച്ചു. അഖിൽ കോൾ എടുത്തതും ശ്യാമയുടെ വിവരങ്ങളൊക്കെ അമൃതയെടുത്തി അന്വേഷിക്കുന്നു. എല്ലാം കേട്ടതിന് ശേഷം അഖിൽ വിവരങ്ങളൊക്കെ അമൃതയെടുത്തിയോട് പറഞ്ഞു. അവസാനമായി ശ്യാമ കഴിച്ച ഓട്സിൽ നിന്നാണ് ശ്യാമയുടെ ഉള്ളിൽ വിഷം ചെന്നിട്ടുള്ളതെന്നും അക്കാരണത്താലാണ് ശ്യാമയ്ക്ക് ഇത്രയേറെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നതെന്നും കുഞ്ഞിന്റെ അവസ്ഥ പോലും അത്രത്തോളം ഭയാനകമായിട്ടുള്ള കാര്യമായിരുന്നെന്നും അത് മാത്രമല്ല കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാൻ കഴിയുമോ എന്ന് പോലും ഡോക്ടർ തങ്ങളോട് ആശങ്ക പ്രകടിപ്പിച്ചിരുന്ന കാര്യവുമൊക്കെ അഖിൽ പറയുമ്പോൾ എല്ലാം കേട്ടതിന് ശേഷം അമൃതയെടുത്തേക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു. അന്ന് രാവിലെ വസുന്ധരാമ ഓട്സ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒരു കോള് വന്നതുകൊണ്ട് ഫോണുമായിട്ട് വേഗം കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോയ ആ തക്കത്തിന് അമൃതയെടുത്തി ആ കിച്ചണിലേക്ക് വന്നു കയറുമ്പോൾ അവിടെ കണ്ടത് ഐശ്വര്യ എന്തോ ഓട്സിൽ കലർത്തുന്നതായിരുന്നു. അമൃതയെടുത്തി ചോദിച്ചപ്പോ അതിൽ പഞ്ചസാര കലർത്തിയതാണെന്നായിരുന്നു അന്ന് ഐശ്വര്യ മറുപടി നൽകിയത്. ചിലപ്പോൾ ഐശ്വര്യയായിരിക്കും ഇതിന് പിന്നിലെന്നുള്ള സത്യം അമൃതയെടുത്തി മനസ്സിലാക്കി. ഉടനെ തന്നെ അക്കാര്യം അമൃതയെടുത്തി അഖിലിനോട് പങ്കുവെക്കുന്നു. കഴിഞ്ഞ ദിവസം അമ്മ ശ്യാമയ്ക്കുള്ള ഓട്സ് പാകം ചെയ്ത് അമ്മ അവിടെ നിന്ന് 1 മിനിറ്റ് നേരത്തേക്ക് മാറിയപ്പോൾ അതിനിടയിൽ ഐശ്വര്യ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നെന്നും താൻ കിച്ചണിലേക്ക് വരുമ്പോൾ ഓട്സിൽ എന്തോ ഐശ്വര്യ കലർത്തുന്നത് താൻ കണ്ടു എന്നും അമൃതയെടുത്തി പറഞ്ഞു. അത് കേട്ടതോടെ അഖിലിന് ഉറപ്പായി. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞതും അന്ന് ശ്യാമയ്ക്ക് വൊമിറ്റിംഗ് ഉണ്ടായപ്പോ അത് മാറുന്നതിന് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം മടങ്ങിയെത്തിയ സമയത്ത് മെഡിസിൻ ഒക്കെ മാറ്റിവെച്ചതും അതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ ഐശ്വര്യയുടെ ബുദ്ധിയായിരുന്നുവെന്നും ഡോക്ടർ തന്നോട് പലപ്പോഴും പല ആവർത്തി ഐശ്വര്യ
ഐശ്വര്യയെടുത്തിയുടെ നീക്കത്തെക്കുറിച്ചും ഐശ്വര്യയെടുത്തിയെ സംശയിച്ചുകൊണ്ടും പല കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞതുമൊക്കെ അഖിൽ ആ നിമിഷം ഓർമ്മിച്ചെടുത്തു. അതെല്ലാം കൂട്ടി വായിച്ചതോടെ അഖിലിന് കാര്യങ്ങൾ വ്യക്തമായി. ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ ഐശ്വര്യ തന്നെയാണെന്ന് മനസ്സിലാക്കിയ അഖിൽ കലിയോടെ ആനന്ദ നിലയത്തിലേക്ക് പുറപ്പെട്ടു. ശ്യാമ കാര്യം അന്വേഷിക്കുമ്പോൾ സത്യം തുറന്നു പറയാൻ കൂട്ടാക്കാതെ അഖിൽ ആനന്ദ നിലയത്തിലേക്ക് എത്തുകയും അവിടേക്ക് വന്നെത്തിയ അഖിലിനോട് സത്യങ്ങൾ വെളിപ്പെടുത്താനായി തയ്യാറായ അമൃതയുടെ വാക്കുകൾ കേൾക്കാൻ പോലും നിൽക്കാതെ വേഗം ഐശ്വര്യക്കരികിലേക്ക് അഖിൽ പാഞ്ഞെത്തുന്നു. ഇതിനോടകം അശ്വതിയെ കണ്ട് മടങ്ങിയെത്തിയ അരുണും ശ്യാമയ്ക്കുണ്ടായ വിഷമതകളെ കുറിച്ച് അറിഞ്ഞ ആ സങ്കടത്തിൽ ആകെ വിഷമത്തോടെ നിന്ന അരുണിന്റെ അരികിലേക്ക് അഖിൽ പാഞ്ഞെത്തിയതും വിവരങ്ങൾ അഖിൽ ഐശ്വര്യയുടെ മുന്നിലേക്ക് ഓടിയെത്തി അന്വേഷിച്ചു. ഐശ്വര്യയെടുത്തിയല്ലേ ശ്യാമയ്ക്ക് വിഷം കൊടുത്തതെന്നും നിങ്ങൾ എന്ത് കാരണത്താലാണ് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തത് എന്ന് ചോദിച്ച് ഐശ്വര്യ ചോദ്യം ചെയ്യാനായി പാഞ്ഞെടുക്കുന്ന അഖിലിന് നേരെ ഐശ്വര്യ താൻ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു.